ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം രാധേശ്യാം രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായിട്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് ഭാഗവതം പ്രഥമസ്കന്ധം 10-ാം അധ്യായം വരെ പാരായണം ചെയ്ത് ഇരിക്കുകയാണ്. അക്കിത്ത ഭാഗവതം കൂടി ചേർത്ത് വെച്ച് പാരായണം ചെയ്യണോണ്ട് ശരിക്കും ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ 21-ാം തീയതി മുതൽ അക്കിത്ത ഭാഗവതം ഗുരുവായൂർ ആധ്യാത്മിക ഹാളിൽ സപ്താഹമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അവർ ധാരാളം സപ്താഹങ്ങൾ സംഘടിപ്പിക്കാനൊക്കെയുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ അങ്ങനെ ആ ഭാഗവതം എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്കും ആ ഭാഗവതത്തിനെ ഒരു തവണയെങ്കിലും ഭാഗവതം എടുത്ത് വായിക്കാൻ ഭഗവാൻ തന്നേക്കണ ഒരു നിയോഗമായിരിക്കും. അപ്പോൾ ഇത് ആദ്യത്തെ തവണത്തെ ഒരു സംരംഭമാവട്ടെ. പിന്നെ എന്നും അവരവരുടെ ഗൃഹത്തിലിരുന്നിട്ട് ഭാഗവതം വായിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം ധാരാളം അക്ഷരത്തെറ്റുകൾ വരുന്നുണ്ട്, ഒക്കെ അറിയാം. പക്ഷേ അതൊക്കെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. കാരണം ഇത് പഠിച്ച് അതിൻ്റെ അർത്ഥം പറയാനോ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടൊന്നുമല്ല അവിടെ ഇരിക്കുന്നത്. ഒരു തവണയെങ്കിലും ഭാഗവതം നമുക്ക് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഒന്നും അറിയാണ്ടിരിക്കുന്നവർക്ക് ഒരു തവണയെങ്കിലും ഭാഗവതം വായിക്കാൻ അങ്ങനെയുള്ളൊരു ഇഷ്ടം കൊണ്ട് വായിക്കുകയാണ്. അപ്പോൾ ഇതിവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അത് പ്രേമപുഷ്പാഞ്ജലിയുള്ള എല്ലാവർക്കുമായിട്ട് സമർപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അത് കാണുമ്പോൾ ഭാഗവതം എടുക്കാനും വായിക്കാനും ഒക്കെ തോന്നിയാൽ മഹാഭാഗ്യമായല്ലോ. ആദ്യം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. രാധേ രാധേ എന്നുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയ സമയത്ത് ഇതുപോലെ ഭാഗവതം വായിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഭാഗവതം വായിക്കാം. അപ്പോൾ കുറച്ച് അമ്മമാർക്ക് ഭാഗവതം വായിക്കാൻ അറിയാം, ചിലവർ ഭാഗവതം കണ്ടിട്ട് പോലും ഇല്ലാത്തവരുണ്ടായിരുന്നു. അപ്പോൾ എന്താ ചെയ്യാൻ വെച്ചാൽ ആ ഭാഗവതത്തിൻ്റെ ഓരോന്ന് PDF ഒക്കെ ആയിട്ട് അയച്ചൊക്കെ കൊടുത്തിട്ടൊക്കെ അവർ അത് നോക്കിയിട്ടൊക്കെ വായിച്ചവരുണ്ട്. അങ്ങനെ തെറ്റിയാലും വേണ്ടില്ല ശരിയായാലും വേണ്ടില്ല നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ വായിക്കണം അതേ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് വായിക്കാം എന്ന് പറഞ്ഞ് വായിച്ച് ഇന്ന് അതിമനോഹരമായിട്ട് ആ ഭാഗവതം കൈകാര്യം ചെയ്യണവരാണ് എല്ലാവരും. എനിക്കാണ് വായിക്കാൻ അറിയാത്തത്. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ അത് അതിമനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട്. എനിക്ക് അറിയണില്ല അത് എന്തുകൊണ്ടാണ്. അന്ന് പാരായണം തുടങ്ങിയ ഉടനെ ഞാനും വായിച്ചൊക്കെ തുടങ്ങിയത്. അപ്പോഴാണ് എൻ്റെ തൊണ്ടയ്ക്ക് ഒരു പ്രശ്നം വന്നിട്ട് അങ്ങനെ അന്ന് ചെറിയ ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഓപ്പറേഷനൊന്നും വേണ്ടി വന്നില്ല. എന്നാലും അന്ന് അങ്ങനെ പിന്നെ അറിയില്ല. എനിക്ക് ഈ ശ്രവണത്തിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണോ ഈ പാരായണം അങ്ങനെ അതെന്താണെന്ന് എനിക്ക് ഭഗവാന് മാത്രമേ അറിയുള്ളൂ. എനിക്ക് നിശ്ചയമില്ല. അതുകൊണ്ട് മടി എന്നല്ല, വായിക്കാനൊക്കെ അതിലെ ശ്ലോകങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് ഇഷ്ടമാണ്. മടിയായിട്ടല്ല, അത് നമ്മൾ അക്ഷരത്തെറ്റ് അങ്ങനെ ഇപ്പം ഇത് വായിക്കാനുള്ളൊരു ഇഷ്ടം എന്താണെന്ന് വിചാരിച്ചാൽ ഇതിനോടൊപ്പം നമ്മുടെ അക്കിത്ത ഭാഗവതം വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി വായിക്കാൻ പറ്റുന്നുണ്ട്. മറ്റത് അങ്ങനെ ഇല്ല. വായിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ അങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് സങ്കടമാവും.
കേൾക്കുമ്പോൾ എന്നാൽ അറിയുകയും ചെയ്യാം. ഇപ്പോൾ ഒരു അധ്യായം ഞാൻ പാരായണം ചെയ്തിട്ട് കണ്ണടച്ചിരുന്ന് കേൾക്കുകയാണെങ്കിൽ അത് എന്തൊക്കെ തെറ്റ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. വായിച്ചതിൽ അക്ഷരങ്ങൾ തെറ്റി, അവിടെ അക്ഷരം തെറ്റി എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇവിടെ പാരായണം ചെയ്യണത് തന്നെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരണ പോലെ ഞാനും ഇതിരുന്ന് കേൾക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ, ഒരുപാട് അക്ഷരത്തെറ്റുകൾ, നല്ലോണം അത് ചിലതിലൊക്കെ പദം പിരിക്കണതൊക്കെ തെറ്റണതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതൊരു കൊതി കൊണ്ട് സമർപ്പിക്കുകയാണെന്ന് വീണ്ടും പറയട്ടെ. നമുക്ക് നമ്മുടെ 10ാമത്തെ അധ്യായം, പദമസ്കന്ധം 10ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഭഗവാൻ എല്ലാവിധ അനുഗ്രഹവും തരട്ടെ. വേണ്ട വിധത്തിൽ പാരായണം ചെയ്യാനും അതിനെ വേണ്ട വിധത്തിൽ അനുസ്മരിക്കാനും വേണ്ട വിധത്തിൽ അതിലെ ഓരോന്നും നമുക്ക് ഉള്ളിലേക്ക് എത്താനൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. എല്ലാ കൃഷ്ണബന്ധുക്കളുടെയും പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് പാരായണം ആരംഭിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നാരായണ ഗുരുവായൂരപ്പ. ശ്രീമദ് ഭാഗവതം പദമസ്കന്ധം 10ാം അധ്യായം. ശൗനക ഉവാച ഹത്വാ സുരിക്ത സ്പൃഥ ആതതായിനോ യുധിഷ്ഠിരോ ധർമ്മവദം വരിഷ്ഠ സഹാനുജൈ പ്രത്യവരുദ്ധ ഭോജന കഥം പ്രവർത്ത കിമകാരക്ഷീത്തതാ. സൂത ഉവാച വംശം കുരോർവംശദവാഗ്നിനിർഹൃതം സംരോഹയിത്വാ ഭവഭാവനോ ഹരി നിവേശയിത്വാ നിജരാജ്യ ഈശ്വരോ യുധിഷ്ഠിരം പ്രീതിമനോ ബഭൂവഃ. നിശമ്യ ഭീഷ്മോക്തം അഥാച്യുതോക്തം പ്രവൃത്തവിജ്ഞാന വിധൂതവിഭ്രമ ശശാസഗാമീന്ദ്ര ഇവാജിതാശ്രയ പരിദ്യുപാന്താമനുജാനുവർത്തിത. പ്രഥമസ്കന്ധത്തിലെ 10ാമത്തെ അധ്യായത്തിന് അക്കിത്ത ഭാഗവതത്തിൽ നൽകിയിരിക്കുന്ന പേര് ഭഗവാന്റെ ദ്വാരകാ ദർശനം എന്നാണ്. ശൗനകൻ പറഞ്ഞു, കൊന്നീലയോ ധാർമ്മികനം യുധിഷ്ഠിരൻ മതാന്തർശത്രുക്കളെ യുദ്ധകാമരെ. സഹാനുജൻ നാടു ഭരിച്ചു കിട്ടവേ ഭരിച്ചുവോ പിന്നെ അതേതു രീതിയിൽ. സൂതൻ പറഞ്ഞു, വംശാഗ്നിദഗ്ധം കുരു സന്തതിക്കൂ നുദനാങ്കുരത്തെ ഭവനാഥനം ഹരി. കൊടുത്തതോടൊത്തു യുധിഷ്ഠിരൻ തന്നാടും കൊടുത്തു. ചരിതാർത്ഥനീശ്വരൻ സവിച്ചു ഭീഷ്മോക്തിയും അച്യുതോക്തിയും. യുധിഷ്ഠിരൻ ബുദ്ധി തെളിച്ചമാർന്നവൻ. സ്വർഗത്തിൽ ഇന്ദ്രൻ പടിവാണു സാനുജൻ. സമുദ്രപര്യന്തധരാദിനാഥനായി. അപ്പം ആ ശൗനകൻ ചോദിക്കണു, ഇപ്പോൾ ആ അരക്കില്ലം, അതായത് ആ പല വിധത്തിലും ആ അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊണ്ടുവന്നിട്ടും വിഷം കൊടുത്തിട്ടൊക്കെ കൊല്ലാനൊക്കെ നോക്കിയല്ലോ ഈ പാണ്ഡവന്മാരെയൊക്കെ. അപ്പം അങ്ങനെ പല വിധത്തിലും അങ്ങനെ അവരെ ഇല്ലാണ്ടാക്കാൻ നോക്കിയ ശത്രുക്കളെയൊക്കെ വധിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വീണ്ടെടുത്ത പാണ്ഡവന്മാരുണ്ടല്ലോ, അതിലെ ആ ശ്രേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരൻ അനുചരന്മാരായിട്ടുള്ള ഭീമാദികളോട് കൂടിയിട്ട് എങ്ങനെയാണ് പിന്നീട് പ്രവൃത്തി നടത്തിയത്, എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ ഇതാ ചോദിക്കുകയാണ്. ഇനി പിന്നെ എങ്ങനെയാണ് രാജ്യം ഭരിച്ചത് എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ സൂതൻ അതിനുള്ള മറുപടി പറയുകയാണ്. അതായത്
കുരുവംശത്തെ മുഴുവനും ഇല്ലാതാക്കിയതിന് ശേഷം ആ ധർമ്മപുത്രരെ സ്വരാജ്യത്തിൽ രാജാവായിട്ട് ഇരിക്കുകയാണ്, രാജാവായിട്ട് അവിടെ അവരോധിച്ചു. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം എന്ത് ചെയ്തു? ഭഗവാൻ ഭീഷ്മാചാര്യരും അതുപോലെ ഭഗവാനൊക്കെ ഉപദേശിച്ചുല്ലോ, അതൊക്കെ കേട്ടുകൊണ്ട് അപ്പം ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ യുദ്ധം ചെയ്തു, ഞാൻ കാരണം കൊണ്ട് അവർ മരിച്ചു, അങ്ങനെയുള്ളൊരു ഭാവങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ താൻ കർത്താവ് ഭോക്താവ് എന്നുള്ള ഭാവമൊക്കെ ആയിരുന്നല്ലോ. അതിനൊക്കെ ഉപേക്ഷിച്ചിട്ട് എല്ലാം ഈശ്വരേച്ഛയാണെന്ന് മനസ്സിലായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് അനുജന്മാരായിട്ടുള്ള ഭീമാദികളെയൊക്കെ അനുവർത്തിച്ചുകൊണ്ട് ആ ഭൂമിയെ ഇന്ദ്രൻ എങ്ങനെയാണോ സ്വർഗത്തെ പരിപാലിക്കുന്നത് അതുപോലെ പരിപാലിച്ചു എന്നാണ് ആ ശ്ലോകങ്ങളെ 3-ാമത്തെ ശ്ലോകത്തെ കൊണ്ട് പറഞ്ഞത്. 4-ാമത്തെ ശ്ലോകം: കാമം വവർഷപർജന്യ സർവകാമദുഘാമഹി ശിശീജൂസ്മാവ്രജൻ ഗാവ പയസോധാസുധീർമുദാം നദ്യഃ സമുദ്രഗിരയാ സ വനസ്പതിവിരുധ ഫലന്ത്യോക്ഷതയാ സർവ കാമമന്യു തസ്യ വൈ നാഥയോ വ്യാധയ ക്ലേശ ദൈവഭൂതാത്മഹേതവേ അജാതശത്രാവഭവൻ ജന്തൂനം രാജ്ഞി കർഹിജിത്ത്. മുകിൽ കാമം പെയ്തു ഭൂമി കറന്നു സർവകാമവും മകിടുള്ള പശുക്കൂട്ടം പാലൊഴുക്കി വ്രജങ്ങളിൽ കടലും പുഴയും കുന്നും മരവും ധ്യാനവും സദാ ഋതുമര്യാദ ചെയ്തു. രാജേച്ഛ പോലൗഷധങ്ങളും ആധ്യാത്മിക ത്രിതാപങ്ങൾ ആദിവ്യാധികളൊന്നുമേ അജാതശത്രുവിൻ വാഴ്വിൽ അറിഞ്ഞിട്ടില്ല ജീവികൾ. അപ്പോൾ ആ മേഘം വേണ്ടതുപോലെ മഴ പെയ്തു, ആ ഭൂമിയൊക്കെ ഫലഭൂയിഷ്ടമായിട്ട് തീർന്നു. പശുക്കളൊക്കെ ധാരാളം പാലുകളൊക്കെ ചേർത്തിക്കൊണ്ടുള്ള പശുക്കളെയൊക്കെ ഗോകുലങ്ങളിൽ ഉണ്ടായി. അതുപോലെ നദി, സമുദ്രം, വൃക്ഷങ്ങൾ അതെല്ലാം വേണ്ടതുപോലെയൊക്കെ അവയൊക്കെ വേണ്ടതുപോലെ ശോഭിച്ചു. ഔഷധങ്ങളൊക്കെ ധാരാളം ഉണ്ടായി. എല്ലാ ഋതുക്കളും വേണ്ടതുപോലെയായി. അങ്ങനെ ആ ഭഗവാൻ ആ ധർമ്മനന്ദനൻ രാജാവായിരിക്കുന്ന കാലത്ത് യാതൊന്നിനും ഒരാൾക്കും ഒരു ദുഃഖമോ വിഷമങ്ങളൊന്നുമില്ല. അതിശീതം, ഉഷ്ണം അങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അതൊന്നും ഉണ്ടായില്ല. എല്ലാം പാകത്തിനായിരുന്നു. ഋതുക്കളൊക്കെ വേണ്ടതുപോലെയായിരുന്നു പറയുക. യാതൊരുവിധ ആധ്യാത്മികം, അതിഭൗതികം, അതിദൈവികം തുടങ്ങിയിട്ടുള്ള താപത്രയങ്ങളൊന്നും ആരെയും ബാധിച്ചില്ല. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ഭരണമാണ് ധർമ്മപുത്രരെ അവിടെ കാഴ്ചവെച്ചത്. ഊഷിത്വാ ഹസ്തിനാപുരേ മാമാസൻ ഗതിഭയൻ ഹരി സൗഹൃദം ച വിശോകായ സ്വസുശ്ച പ്രിയകാമ്യയ ആമന്ത്രജാഭ്യനുജ്ഞാത പരിഷ്വാജ്യാഭിവന്ദ്യതം ആരുരോഹ കഥം രഥം കൈശ്ചിത് പരീക്ഷത്വോഭ്യുതവാദിത. സുഭദ്രാ ദ്രൗപദീ കുന്തി വിരാടതനയാ തഥാ ഗാന്ധാരീത് ധൃതരാഷ്ട്രാശ്ച ഗൗതമോയമൗ വൃഗോദരശ്ച ധൗമ്യശ്ച സ്ത്രീയോ മത്സ്യസുതാദയാ ന സേഹിരേ വിമുഹ്യന്തോ വിരഹം ശാങ്കധന്വന സത്സംഗമുക്തദുസ്സംഗോ ഹാതും നോത്സഹദേ ബുധ കീർത്യമാനം യശോ യസ്യ സഹൃദാകർണ്യരോചനം തസ്മിന്യസ്തധിരാപാർത്ഥോ സഹേരൻ വിരഹം കഥം ദർശനസ്പർശന സല്ലാപശയനാസനഭോജനൈ
സർവേ തേ നിമിഷൈരക്ഷൈസ്തമനുദ്രുതചേതസ വീക്ഷന്ത സ്നേഹസംബന്ധ വിചേലുസ്തത്ര തത്ര. സ്വസ്വാവിൻ തൃപ്തി നേടാനും സുഹൃദ് ദുഃഖശമനത്തിനും മാസങ്ങൾ ഹസ്തിനാപുരത്തിങ്കൽ പോക്കി അവൻ ഹരി അഭിവാദ്യം ചെയ്ത് പുൽകി ധർമ്മജാനുജ്ഞ നേടവേ അന്യരാലും പരീക്ഷുത്തൻ യാത്രയ്ക്കായി തേരിലേറിനാൻ. സുഭദ്ര പാഞ്ചാലി കുന്തി നകുലൻ സഹദേവനും കൃപാൻ ഉത്തരഗാന്ധാരി ധൃതരാഷ്ട്രൻ യുയുത്സുവും ഭീമൻ ധൗമ്യൻ സത്യവതി തളർന്നേ പോയി ദേവരും ശാങ്കധന്ന വിയോഗത്തെ സഹിക്കാൻ കഴിയായികയാൽ സത്സംഗത്താൽ മുക്ത ദുസ്സംഗൻ ബുധരിഷ്ടപ്പെടാവിടാൻ സദാ രുചിയോടെ കേൾക്കും കീർത്തനീയ യശസ്വിയെ ദർശന സ്പർശന സംലാപാശയനാസന ഭോജനാൽ കൃഷ്ണാർപ്പിതാത്മാക്കളെ എമ്മട്ടാ വിയോഗം പൊറുത്തിടും. നിർനിമേഷാക്ഷർ കൃഷ്ണങ്കൽ തത്താനുദ്രുതചേതസർ പരുങ്ങി സ്നേഹസംബന്ധർ അവനെ തന്നെ നോക്കുവോർ. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരുടെ ദുഃഖങ്ങളൊക്കെ നീക്കിയിട്ട് എല്ലാവരുടെ പ്രിയത്തെ ജനിപ്പിച്ചിട്ട് കുറച്ചു കാലമൊക്കെ വീണ്ടും അവിടെ തന്നെ ഹസ്തിനാപുരത്തിൽ തന്നെ താമസിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ച് പോരാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ആ തിരിച്ചു പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് സുഭദ്ര പാഞ്ചാലി തുടങ്ങിയിട്ടുള്ള എല്ലാവരും എല്ലാവരുടെ പേരും എടുത്ത് പറയേണ്ട അവരെല്ലാവരും ആ ഭഗവാന്റെ വേർപാടിൻ്റെ ദുഃഖത്തിൽ ഭഗവാനെ വിട്ട് പിരിയണല്ലോ എന്നുള്ള ദുഃഖത്താൽ ആകെ വിഷമിക്കുകയാണ് ചെയ്തത്. അവർക്ക് ആ കൃഷ്ണ വിരഹം സഹിക്കാൻ പറ്റാത്തതിലപ്പുറമായിരുന്നു. അപ്പോൾ അതുപോലെ എങ്ങനെയാണോ സത്സംഗത്തിലിരിക്കുന്ന ഒരാൾക്ക് ലൗകികമായ ജീവിതത്തിലേക്ക് ഇറങ്ങിപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, അതുപോലെ തന്നെയായിരുന്നു അത്രേ ഈ ഭഗവാനെ വിട്ട് പിരിയാനായിട്ട് അവർക്ക് ഉള്ള വിഷമം. അപ്പോൾ ഇത്രയും ആ കൃഷ്ണ ഭഗവാന്റെ എപ്പോഴും കണ്ണുകൊണ്ട് തൊട്ടുകൊണ്ട് ആ അതിമനോഹരമായ അതിസുന്ദരമായിട്ടുള്ള സംഭാഷണം കേട്ടുകൊണ്ട്, അതുപോലെ അർജുനനൊക്കെ എന്താ ചെയ്യുക, ചിലപ്പോൾ കൃഷ്ണൻ്റെ കൂടെയാണ് കിടന്നുറങ്ങുക. അതുപോലെ കൃഷ്ണനോടൊപ്പം ഇരുന്ന് കൃഷ്ണനോടൊപ്പം ഭക്ഷണം കഴിച്ച് കൃഷ്ണന് ഭക്ഷണം വിളമ്പി കൊടുത്ത് അങ്ങനെ എപ്പോഴും ആ കൃഷ്ണനിൽ മാത്രം ചേർന്നിരിക്കുന്ന ആ കുന്തിപുത്രന്മാർക്ക് ഭഗവാന്റെ വേർപാട് സഹിക്കാനായിട്ട് സാധിച്ചില്ല എന്ന് പറയാം. അങ്ങനെ ആ സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ട് അവരെല്ലാവരും ഭഗവാനെ നിവർത്തിയില്ലല്ലോ, ഭഗവാന് പോകാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് പോവുകയും വേണം. അപ്പം അങ്ങനെ ആ ഭഗവാനെ ആ വിട്ടുപിരിയണ ദുഃഖത്തോടു കൂടിയിട്ടും പരമമായ സ്നേഹത്തോടു കൂടിയിട്ടും ഭഗവാനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിരുന്ധന്നുദ്ഗളബാഷ്പം ഔത്കണ്ഠ്യാ ദേവകീസുതേ നിർയാതകാരോന്നഭദ്രം ഇതി സ്യാത് ബാന്ധവസ്ത്രിയ മൃദംഗശങ്കവേരിശ്ച വീണാപാണവഗോമുഖ ദുന്ധര്യാനഖണ്ഡാദ്യ നേതുർദുന്ദുഭയസമം പ്രസാദശിഖിരാരൂഢ കുരുന്നാര്യോദുക്ഷയ ബുഭുക്ഷു കുസുമൈ കൃഷ്ണൈ പ്രേമവ്രീഡാസ്മിദേക്ഷണാം സീതാതപത്രം ജഗ്രാഹ മുക്തദാമാ വിഭൂഷിതം രത്നദണ്ഡം ഗുഡാകേശ പ്രിയതമസ്യ ജഹ ഉദ്ധവ സാത്വികിശ്ചൈവ വ്യാജേന പരമാത്ഭുത വിഗീര്യമാണ കുസുമൈ രേജേ മധുപതീപതി
അശ്രൂയന്താശിഷസ്തസ്യ തത്ര തത്ര ദ്വിജേരിത നാനാരൂപാനുരൂപാശ്ച നിർഗുണസ്യ ഗുണാത്മന അന്യോന്യമാസിദ് സംജൽപ ഉത്തമശ്ലോകചേതസം കൗരവേന്ദ്രപുരസ്ത്രീണാം സർവശ്രുതിമനോഹര. അന്തഃപുരത്തിലെ ചാർച്ചയ്ക്കാരോ മുറ്റിയ കണ്ണുനീർ അടക്കി നിർത്തി പ്രാർത്ഥിച്ചു ദേവകീ സുതമംഗളം. മൃദംഗം ഭേരിപണവം ഗോമുഖം വീണദുന്ധുരി ഖണ്ഡശങ്കാനകം നീളെ മുഴക്കുന്നു പെരുമ്പറ. പ്രാസാദശിഖരാരൂഢർ കാഴ്ചക്കാർ കുരുനാരിമാർ കൃഷ്ണങ്കൽ പൂക്കൾ വർഷിച്ചു പ്രേമവ്രീഡാസ്മിദേഷണൻ. പ്രസാദം എന്ന് വെച്ചാൽ നമ്മൾ മട്ടുപ്പാവിൽ കയറി നിന്ന് നോക്കുക എന്ന് പറയണല്ലേ, അതാണ്. രത്നം പതിച്ച കാലുള്ള മുത്തുക്കുടയുയർത്തിനൻ പ്രിയ ശ്രീകൃഷ്ണന്റെ കാർകൂന്തലിൻ മുകളിൽ അർജുനൻ. ചാമരങ്ങൾ മനോജ്ഞങ്ങൾ വീശി സാത്യകിയ ഉദ്ധവർ പ്രശോഭിച്ചു മധുപതി പുഷ്പാലങ്കൃത വീതിയിൽ. ദ്വിജാശിസ്സുകൾ സത്യങ്ങൾ കേട്ടിരുന്നു പതേ പതേ നിർഗുണന്മാർക്കിണങ്ങാത്ത ഗുണികൾക്കൊത്ത വാഗ്മയം. കൗരവേന്ദ്രപുര സ്ത്രീകൾ ഉത്തമ ശ്ലോക ഭക്തകൾ അന്യോന്യം സംവദിച്ചപ്പോൾ സർവശ്രുതി മനോഹരം. അങ്ങനെ ആ പാഞ്ചാലി സുഭദ്ര തുടങ്ങിയിട്ടുള്ള സ്ത്രീകളൊക്കെ ഭഗവാൻ പോവുകയാണ് ദ്വാരകയ്ക്ക് പുറപ്പെടണമെന്ന് പറയുന്നത്. കരഞ്ഞാൽ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ കരയാൻ പാടില്ല. കരഞ്ഞാൽ എന്താ, അത് അമംഗളാണെന്ന് പറയും. അപ്പം അതുകൊണ്ട് ആ കണ്ണ് നിറഞ്ഞു വരുന്ന കണ്ണിനെ, ഒഴുകാൻ ഭാവിച്ച കണ്ണിൻ്റെ കണ്ണുനീരിനെയൊക്കെ അടക്കി നിർത്തിക്കൊണ്ട് മനോഹരമായിട്ട് ആ ഉള്ളിലെ വ്യഥയെ അടക്കിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് യാത്ര പറയുകയാണ് ചെയ്യണത്. അപ്പോൾ മൃദംഗം, ശംഖം, ഭേരി, വീണ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അനേകം വാദ്യങ്ങളെ കൊണ്ട് എഴുന്നള്ളത്തിനെ ഘോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വാദ്യങ്ങളൊക്കെ മുഴങ്ങി. അതുപോലെ സ്ത്രീകളെ കൃഷ്ണനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അവരവരുടെ ആ മാളികകളുടെയൊക്കെ മുകളിൽ കയറി അവിടെ നിന്ന് നോക്കുകയാണ് സ്നേഹത്തോടും ലജ്ജയോടും പുഞ്ചിരിയോടൊക്കെ കൂടിയിട്ട് ആ ഭഗവാനെ ഇങ്ങനെ കണ്ണുകൊണ്ട്. ഇനി കുറച്ച് സമയമേ ആ ഭഗവാനെ ഇതുപോലെ ആ ബാഹ്യദൃഷ്ടികളെ കൊണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാണാൻ പറ്റുന്ന സമയം മുഴുവനും ആ കണ്ണുകളെ കൊണ്ട് ഭഗവാനെ ഇങ്ങനെ നോക്കി തൻ്റെ ആ കണ്ണുകളിലൂടെ ആ കൃഷ്ണനെ മുഴുവൻ അവരവരുടെ ഉള്ളിലേക്ക് ആക്കുകയാണോ എന്ന് തോന്നുമാറ് അവർ ആ കൃഷ്ണനെ കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യണത്. പ്രിയനായിട്ടുള്ള അർജുനൻ എന്താ ചെയ്തു, മുത്തുമാലകൾ കെട്ടി അലങ്കരിച്ചിട്ടുള്ള ആ വെൺകൊറ്റക്കൊടിയൊക്കെ എടുത്തിട്ട് ഭഗവാൻ വെൺകൊറ്റക്കൊട ചൂടിക്കൊടുത്തു. അതുപോലെ ഉദ്ധവരും സാത്വികിയും ചാമരങ്ങളെ പിടിച്ച് വീശാൻ തുടങ്ങി. പിന്നെ മധുര രാജ്യങ്ങളുടെ അധിപതിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു, വഴിയിൽ നാട്ടിലുള്ളവരുടെ അവരൊക്കെ എന്ത് ചെയ്തു, നിറയെ ആൾക്കാർ ഇരുവശത്തും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ പുഷ്പങ്ങളെ കൊണ്ട് ഭഗവാന് ഇങ്ങനെ അവർ ഭഗവാന് പുഷ്പവൃഷ്ടി ചൊരിഞ്ഞുകൊണ്ട് അവരൊക്കെ അവിടെ നിൽക്കുകയാണ്. അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ ആ വീതിയിലൂടെ ഇങ്ങനെ പോകണു അല്ലേ. നമ്മുടെ മനസ്സിൽ ആ ഒരു ഭാവം, ആ ഒരു രംഗം നമ്മളിങ്ങനെ മനസ്സിൽ കാണുകയാണ്. ആ ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള ആ പുഞ്ചിരിയോട് കൂടിയിട്ട് വീതിയുടെ ഇരുവശത്തും നിൽക്കണവരെ നോക്കണു. അവരവരുടെ കയ്യിലുള്ള പുഷ്പങ്ങളെ കൊണ്ട് ഭഗവാനെ അർച്ചിക്കണു. അതെ, അതിൽ ഒരാളായിട്ട് നമുക്കൊക്കെ നിൽക്കാൻ, നമ്മളും അവിടെ നിൽക്കേണ്ടതെന്നൊക്കെ സങ്കല്പിച്ച് കഴിഞ്ഞ് നമ്മൾ ഇതിലൂടെയൊക്കെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളായിരിക്കും. ഓരോ കഥ വായിക്കുമ്പോഴും ആ കഥയിലെ കഥാപാത്രമായിട്ട് അതിൻ്റെ കൂടെ നമ്മളും ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊക്കെ അനുഭവമായിട്ട് തീരും. അങ്ങനെ അവിടെയുള്ള ആ ബ്രാഹ്മണരൊക്കെ എന്ത് ചെയ്തു, അവർ ഭഗവാനെ
ഭഗവാന്റെ അവർ ചെയ്ത ആ ബ്രാഹ്മണർ ശരിക്കും ആ ഭഗവാന്റെ ഗുണങ്ങളെ, അത്യത്ഭുതമായ ഗുണങ്ങളെ എടുത്ത് പ്രകാശിപ്പിച്ച് മനുഷ്യനായിട്ടാണ് ഭഗവാൻ ഇപ്പോൾ നമ്മളിലൊരാളായിട്ടാണ് എന്നുണ്ടെങ്കിലും അവർക്ക് ആ ഭഗവാന്റെ മഹത്വം അറിയാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ആ പരമാനന്ദ സ്വരൂപനായ കൃഷ്ണനെ പറ്റിയിട്ട് അങ്ങനെ അവർക്കറിയാം. എങ്കിലും എന്തു ചെയ്യണു, നമ്മളുടെ നമ്മളുണ്ടാവില്ല, എത്രയും വലിയ ആൾക്കാർ നമ്മളെക്കാളും ഉയർന്ന തലത്തിലാണെന്ന് അറിയാം, എന്നാലും നമ്മളുടെയൊക്കെ ഒരു ആശീർവചനാലേ, നമ്മളുടെ അത് ഉള്ളിലുള്ള സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട് പലപ്പോഴും നമുക്ക് അനുഭവമാവാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് പറയണത്, ഭാഗവതം ആചാര്യസ്ഥാനത്തിരിക്കുന്ന കുട്ടികളൊക്കെ അവർ നമ്മളെ നോക്കുകയാണെങ്കിൽ നമുക്കൊക്കെ അവരെ എത്ര നമസ്കരിച്ചാലും മതിയാവാത്ത അവസ്ഥയാണ്. പക്ഷേ ഈ പുറമേക്കുള്ള ഭാവത്തിൽ അമ്മേ എന്ന് പറഞ്ഞ് കാൽക്കലോ തൊട്ട് നമസ്കരിക്കുമ്പോൾ ആ ശിരസ്സിൽ കൈവച്ചിട്ട് നന്നായി വരും കേട്ടോ എന്ന് പറയുമ്പോൾ അവരുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ നന്നാവണത്. പക്ഷേ നമ്മുടെ ഉള്ളിലൊരു വാത്സല്യം നമ്മൾ വിചാരിക്കുക നന്നായി വരട്ടെ. അതുപോലെ ആ ഭഗവാന്റെ ആ അനുഗ്രഹം കൊണ്ടാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ആ ഭഗവാനെ ബ്രാഹ്മണന്മാരെ സുഖീ ഭവ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള അവരൊക്കെ ബ്രാഹ്മണന്മാരുടെയൊക്കെ അനുഗ്രഹമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് പിന്നെ ആരാണോ ആ ഭഗവാന്റെ നാമം ജപിക്കുന്നത്, ഭഗവാന്റെ ആ ഗുണഗണങ്ങളെ കീർത്തിക്കുന്നത്, അവരുടെ ഉള്ളിലുള്ള അജ്ഞാനമാകുന്ന ഇരുട്ടിനെ നശിപ്പിക്കുന്ന യശസ്സോടുകൂടിയുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ ആ ഭഗവാനിൽ ദൃഷ്ടി ഉറപ്പിച്ചിട്ടുള്ളവരുടെ എല്ലാവരുടെയും, അതായത് അവിടെയുള്ള സ്ത്രീകൾ, അതുപോലെയൊക്കെ അവരുടെ ഭഗവാന്റെ പലരും ഭഗവാനെ പറ്റിയിട്ട് കീർത്തിക്കുന്നുണ്ട്. ഭഗവാന്റെ അതൊക്കെ കേട്ടുകൊണ്ടും ഒക്കെ എല്ലാവരുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നുണ്ടെന്ന ആ ഭഗവാൻ എന്ത് ചെയ്തു, ഓരോരുത്തരോടും പോണ വഴിക്ക് വെറുതെ അങ്ങോട്ട് പോവുകയല്ല ചെയ്യണതേ. അപ്പോൾ ആ ഭഗവാന്റെ നാമം കീർത്തിക്കുന്ന ആരാണോ അവരുടെ ആ നാമം കീർത്തിക്കുന്നവരുടെ അറിവില്ലായ്മ, അജ്ഞാനമാകുന്ന ഇരുട്ടില്ലാണ്ടാക്കും. ആരാണോ ശ്രീകൃഷ്ണ ഭഗവാന്റെ യശസ്സിനെ കീർത്തിക്കുന്നത് അവരുടെ അത് കേൾക്കുന്നവരുടെ ചെവിയും മനസ്സൊക്കെ പരിശുദ്ധമാവും. അങ്ങനെയുള്ള ആ ഭഗവാൻ എന്ത് ചെയ്യണു, ഇപ്പോൾ എന്താ ചെയ്യണത്, ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള മൃദുമായിട്ടുള്ള പുഞ്ചിരിയും സംഭാഷണങ്ങളെ കൊണ്ട് ആ തെരുവീഥിയിൽ നിൽക്കുന്നവരെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവരോടൊക്കെ പുഞ്ചിരിക്കണു. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടാണ് ആ യാത്ര ചെയ്യണത്. അപ്പം അങ്ങനെ അത് കേട്ട് ആനന്ദിക്കാനൊക്കെ ഭാഗ്യം ഉണ്ടാവുക എന്ന് വെച്ചാൽ അത് അത്രയും ആ പരമപുണ്യം ചെയ്തവരാണ് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചുറ്റിലും ആ ഭഗവാന്റെ എഴുന്നള്ളത്ത് കണ്ട് നിന്നവരെന്ന് പറയാം. സവൈകിലായം പുരുഷ പുരാതനോ യ ഏക ആസീത വിശേഷ ആത്മനി അഗ്രേ ഗുണേഭ്യോ ജഗദാത്മനീശ്വരേ നിമീലിതാത്മാനിശി സുപ്തശക്തിഷു സ ഏവ ഭൂയോ നിജവര്യചോദിതം സ്വജീവമായം പ്രകൃതിം സശിക്ഷതിം അനാമരൂപാത്മനി രൂപനാമനി വിവിത്സമാനോനുസാര ശാസ്ത്രകൃത് സവായം യത്പദമത്ര സൂരയോജിതേന്ദ്രിയാ നിർജിതമാദരിശ്വന പശ്യന്തി ഭക്ത്യുൽകലിതാമലാത്മന നന്വേഷ സത്വം പരമാഷ്ടുമർഹതി അർഹതി സവാ അയം സഖ്യ അനുഗീത സത്കഥോ ദേവേഷു ഗുഹ്യേഷു ച ഗുഹ്യവാദിഭിः സ ഏവ ആശോ ജഗദാത്മലീലയാ സൃജത്യാവൃത്യത്തിന തത്ര സഞ്ചത്തെ യഥാ ഹ്യധർമ്മേണ തമോധിയേ നൃപ
ജീവന്തി തത്രൈവ ഹി സത്വത കില ധൃതേ ഭഗം സത്യമൃതം ദയാം യശോ ഭവായ രൂപാണി തദദൃഗേ യുഗേ അഹോ അലം ശ്ലാഘ്യതമം യതോ കുല അഹോ അലം പുണ്യതമം മഥോർവനം യദേശ പുംസാം ഋഷഭശ്രിയാ പ്രിയ സുജന്മനാ ചംക്രമണേന ചാചതി അഹോ ബദസ്വര്യ സത്തിരസ്കരി ഹരേ കൃഷ്ണ അഹോബദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അഹോബദസ്വര്യശസാസ്തിരസ്കരി കുശസ്ഥലീ പുണ്യയശസ്കരീ ഭുവ പശ്യന്തി നിത്യം യദനുഗ്രഹേക്ഷിതം സ്മിതാവലോകം സുപതി സ്മയദ്വ്രജ നൂനം വ്രതാസ്നാന ഹുദാദിനേശ്വര സമാർച്ചിതോഹസ്യ ഗൃഹീതപാണിഭി പിബന്ധിയാ സഖ്യധരാമുദം മുഹുർവ്രജസ്ത്രിയാ സമ്മുഹുർദാശയാ യാ വീര്യശുൽക്കേന ഹൃദാ സ്വയംവരെ പ്രമാധ്യ ചൈദ്യപ്രമുഖൻ ഹി ശുഷ്മിന പ്രദ്യുമ്ന സാംബാംബു സുധാദയോവര യശ്ചാഹൃതാ ഭൗമവദേ സഹസ്രശ ഏതാപരം സീത്വാപാസ്തഭേശലം നിരസ്തശൗചം ബത സാധു കുർവദേ യദം ഗൃഹാത് പുഷ്കരലോചനപതിർ നജത്വപൈത്യാഹൃതി സ്പൃശൻ. ശ്രീഹരയേ നമഃ. കുറേ ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിച്ചു അല്ലേ. 21 മുതലുള്ളത് 21 മുതൽ 30 വരെ 10 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് വായിച്ചത്. അത് അങ്ങനെ ഒരു ഇഷ്ടത്തിൽ അങ്ങോട്ട് വായിച്ചു പോയി. അതാണ്. ഗുണങ്ങളെല്ലാം ജഗതാത്മസത്തയായി നിലീതിരാത്മാന്ത സുഷുപ്തി ശക്തിയായി വർത്തിക്കെ വാണാൻ അവിശേഷരൂപനായി പുരാണനാമി പുരുഷോത്തമൻ ദൃഢം ഇശാസ്ത്രിതൻ പിന്നെ നിജാത്മജ്യോതിത സജീവമായ ആത്മകസർഗശക്തിയിൽ അനാമരൂപത്തിങ്ങിൽ അനേകനാമരൂപാരോപണേശാവശനായി വഴങ്ങിനൻ ജിതേന്ദ്രിയ പ്രാണയതാത്മസൂരികൾ സൂരികൾക്കഭംഗിലാന്തർഗത ഭക്തിയാൽ സദാ പ്രത്യക്ഷനീ കൃഷ്ണന് അകന്നുപോകിലും മറന്നുപോകുന്നതിനർഹനായിടാം. വേദങ്ങൾ ഗുഹ്യങ്ങൾ ഇവൻ്റെ ചിത്കലാവിലാസമായി കാൺമതു വേദവാദികൾ സൃഷ്ടിച്ചു പാലിച്ചു ഹരിപ്പുപാരിനെ തരിമ്പുമാസക്ത കലർന്നിടാതിവൻ തമോ ഗുണം മൂത്തൊരധർമ്മിയായിതോ നൃപൻ വരും സത്വഗുണാബ്ദി സൽക്ഷണം സമൂർത്തനായിട്ടുത സത്യകാരുണി അശോഭകാരനിവൻ യുഗേ യുഗേ നരോത്തമൻ ശ്രീപതിജാതനാകയാൽ അവൻ്റെ കാൽപ്പൂക്കൾ പതിഞ്ഞതാകയാൽ ശ്ലാഘ്യോത്തമം യാദവവംശമെന്നു തൻ പുണ്യാതിപുണ്യം മധുരാഖ്യാമിപുരം തിരസ്കരിപ്പൂ
ത്രിദിവത്തെയുർവിയെ പുനീതമാക്കുന്നതിഹോ കുശസ്ഥലി നിത്യേന അനുഗ്രഹേക്ഷിതസ്മിതാവലോകേശനയാ പ്രജാവലി പണ്ടേ വ്രതസ്നാനഹുതങ്ങളീശനിൽ സമർപ്പണം ചെയ്തതിവൻ്റെ പത്നിമാർ ഗോപീജനത്തിനു പ്രിയങ്കരാധരം സ്തുതിക്കുവോരസതിമാർ നിരന്തരം. ചൈദ്യപ്രധാനന്റെ പതിക്രമം തടഞ്ഞാർ വീര്യശുൽക്കാഹ്യതയായി സ്വയംവരെ രുക്മിണിക്കൊത്തവർ ഭൗമനിഗ്രഹം അനേകായിരം അന്യനാരിമാർ അശുദ്ധരാണെങ്കിലും സാധുക്കൾ പുണ്യായതനങ്ങളല്ലയോ പിരിഞ്ഞു പോവില്ലവരെ സുഭാഷണാനഭിനന്ദിതൻ പുഷ്കരലോചനൻ പതി. അവിടെ നിന്നതാ എല്ലാവരുടെയും അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് ദ്വാരകയിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ ഏതൊരു ഭഗവാനാണോ സത്വാദി ഗുണങ്ങളുടെ ഇതായിട്ട് ഈ സർവ്വലോകങ്ങളിലും ആത്മാവായി വിളങ്ങുന്ന ആ മായാഗുണത്താൽ മറയ്ക്കപ്പെട്ട സ്വരൂപത്തിനോടുകൂടിയിരിക്കുന്ന ഭഗവാൻ, ആ ഭഗവാൻ തന്നെയാണ് പരമാത്മ പുരുഷനാണ് ശ്രീകൃഷ്ണൻ. അങ്ങനെയുള്ള ആ ഒരു ഭഗവാൻ സ്വയം ഒരു മനുഷ്യരൂപത്തിനെ സ്വീകരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ സന്ദർശനത്താൽ എല്ലാവരും അങ്ങനെയുള്ള ആ ഭഗവാനെ മോഹിക്കുന്നു എന്ന് പറയണതിൽ ആശ്ചര്യമൊന്നുമില്ല എന്ന് പറയാണ്. സർവാത്മാവായ ഭഗവാന്റെ പ്രത്യക്ഷ വിയോഗം ആർക്കാണ് സഹിക്കാൻ സാധിക്കുക എന്ന് പറയുക. സൃഷ്ടിക്കും പ്രളയത്തിനൊക്കെ മുമ്പും ശേഷവും എപ്പോഴും ഉള്ള ആ സർവേശ്വരനാണ് കൃഷ്ണൻ എന്ന് അർത്ഥമുള്ള ഈ ആ കൃഷ്ണൻ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ട്. സൃഷ്ടിക്ക് മുമ്പും ഉണ്ട്, സൃഷ്ടിയുടെ സമയത്തും ഉണ്ട്, സൃഷ്ടിക്ക് ശേഷം അവശേഷിക്കുന്നത് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമാണ്. അങ്ങനെയുള്ള ഭഗവാൻ ആ സ്വസ്വരൂപത്തോടു കൂടിയിട്ട് പരിപൂർണതമനായിട്ട് തൻ്റെ ആ പ്രഭാവത്തെ ഒട്ടും കുറയ്ക്കാതെ കണ്ട് മനുഷ്യഭാവത്തിൽ നമ്മളുടെ ഇടയിൽ വന്ന് കളിക്കണം. അപ്പം അങ്ങനെയുള്ളവരെ വിട്ടുപിരിയാൻ ആ ഗോചരമായിട്ടുള്ള ആ കണ്ണുകളെ കൊണ്ട് ബാഹ്യദൃഷ്ടികളെ കൊണ്ട് കാണാൻ സാധിച്ചവർക്ക് എങ്ങനെയാണ് ആ ഭഗവാനെ വിട്ടുപിരിയാനായിട്ട് സാധിക്കുക? നാമരൂപങ്ങൾ ഇല്ല, നാമങ്ങളില്ല, ഭഗവാന് നാമമില്ല, രൂപമില്ല, ജനനമില്ല, മരണമില്ല, എപ്പോഴും ഉള്ളതാണ് ഭഗവാൻ. എന്നിട്ടും ആ ഭഗവാൻ എന്ത് ചെയ്തു? നമ്മളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപമെടുത്ത് അനേകം നാമങ്ങളോട് കൂടിയിട്ട് നമ്മുടെ മുമ്പിൽ പ്രകാശിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെ ജയിച്ചവർ അതിനുവേണ്ടി പ്രാണനെയൊക്കെ അടക്കിയിട്ട് യോഗം അഭ്യസിക്കുന്നവരായിട്ടുള്ള ഭക്തന്മാരുണ്ടല്ലോ, അങ്ങനെയുള്ള ആ ഭക്തന്മാരുടെ ഭക്തി കൊണ്ട് മാത്രം എങ്ങനെയാണോ ആ ഭഗവാന്റെ ആ പാദത്തെ കാണണത്, അല്ലെങ്കിൽ ഭഗവാന്റെ ആ സുന്ദര രൂപത്തെ കാണണത്, അതേ ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെയാണ് കാണാൻ പറ്റുക? ആ യോഗാദികളൊക്കെ ചെയ്ത് ബുദ്ധി ശുദ്ധി വരുത്തിയിട്ട് ആ പരിശുദ്ധമാകുന്നവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ഭഗവാനാണ് ഇപ്പോൾ എല്ലാവർക്കും ദൃഷ്ടിഗോചരനായിട്ട് ഇങ്ങനെ മുന്നിൽ വിളങ്ങണത്. അപ്പോൾ ആ ഏകനായിട്ടുള്ള ആ ഈശ്വരൻ പ്രപഞ്ചത്തെ കളി കൊണ്ട് തൻ്റെ ഒരു ലീലയാണ്, കേവലം ഒരു കളി. കുട്ടികൾ മണ്ണപ്പം ചുട്ട് കളിക്കുന്നത് പോലെ ഒരു ലീല മാത്രമാണ്. അങ്ങനെയാണ് സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്നത്. ആ പ്രപഞ്ചത്തോട് യാതൊരു ചേർച്ചയും ഈ ശ്രീകൃഷ്ണ പരമാത്മാവിനില്ല എന്ന് വേദം അറിയുന്ന ആ പണ്ഡിതന്മാരൊക്കെ, അതുപോലെ ആ പഞ്ചയാത്ര മുതലായിട്ടുള്ള ആ ഗ്രന്ഥങ്ങളിലൊക്കെ കീർത്തിക്കപ്പെടുന്ന പുരാണ പുരുഷൻ തന്നെയാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ. ഇപ്പോൾ നമ്മളുടെ കണ്ണുകൾക്ക് ഗോചരമായിട്ട് കാണുന്ന ഈ ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റിയിട്ടാണ് പറയണത്. എല്ലാവർക്കും ഒരുപോലെ കാണാൻ സാധിക്കുന്നു അല്ലേ? വേദങ്ങൾ എത്രയോ ബുദ്ധിമുട്ടിയിട്ടാണ് ഈശ്വരനെ കാണാനായിട്ട് എത്രയോ പേര് തപസ്സിരിക്കുന്നു. പക്ഷേ നമ്മളിലൊരാളായിട്ട് നമ്മളുടെ ആ ഭാവത്തിൽ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട് എന്ന് പറയണു. അങ്ങനെയുള്ള ആ ഭഗവാൻ
ഇങ്ങനൊരു സ്വരൂപത്തെ ധരിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ അതിൻ്റെ ഒരു ഉത്തരം അറിയാൻ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. നമുക്ക് പല പല കാര്യങ്ങൾ പറയാം, പക്ഷെ അത് ആ ഭഗവാൻ ഭക്തൻ്റെ നന്മ, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് യുഗങ്ങൾ തോറും അങ്ങനെ അവതരിക്കണമെന്നൊക്കെ പറയണ്ടെങ്കിലും ഭക്തന്മാരിലെ കാരുണ്യം കൊണ്ട് അവരുടെ മനസ്സിൻ്റെ പരിശുദ്ധമായ ഭക്തിയോടുകൂടി അവർ വിളിക്കുമ്പോൾ ഭഗവാൻ അവരുടെ മുമ്പിൽ വരാതിരിക്കാനാവില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പ്രകാശിക്കുന്നത്. ഏതെല്ലാം തരത്തിൽ ഇതുവരെ ഈ ഭൂമിയിൽ ഭഗവാൻ ഓരോരോ രൂപങ്ങളെ കൊണ്ട് അവതാരം, അംശം കൊണ്ടും അംശം കൊണ്ടും ആവേശം കൊണ്ടും ഒക്കെ അവതാരം എടുത്തിട്ടുണ്ടോ, പൂർണ്ണമായിട്ടും ഒക്കെ അവതാരം എടുത്തിട്ടുണ്ടോ, അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ള അവതാരമാണ് ഈ അവതാരം. ശ്രീകൃഷ്ണ അവതാരം എന്ന് പറഞ്ഞാൽ പരിപൂർണ തമനാണ് ഭഗവാൻ. അപ്പോൾ അങ്ങനെ ആ ഭഗവാൻ അവതാരം കൊണ്ട് അനുഗ്രഹിച്ചതായിട്ടുള്ള ആ യദുകുലത്തിൻ്റെ മഹത്വം എത്രയാ പറഞ്ഞാൽ മനസ്സിലാവുക. അതുപോലെ ഭഗവാൻ സഞ്ചാരം കൊണ്ട് അനുഗ്രഹിച്ചിട്ടുള്ളതായിട്ടുള്ള മധുവനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വൃന്ദാവനത്തിലൊക്കെ പോകുമ്പോൾ മധുവനത്തിലൂടെ പോയി കഴിഞ്ഞ വൃന്ദാവന യാത്രയിൽ ആ മധുവനം ഭഗവാൻ പാദം കൊണ്ട് നടന്ന ആ മധുവനത്തിൽ വച്ചിട്ടാണ് ഭഗവാൻ ധ്രുവൻ്റെ തപസ്സിൽ സംപ്രീതനായിട്ട് ധ്രുവനെ അനുഗ്രഹിച്ചത്. അവിടെ വച്ചിട്ട് ധ്രുവൻ സ്തുതിച്ചിട്ടുമായിട്ടുള്ള ധ്രുവട്ടിലൊക്കെ നമുക്ക് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അവിടെ എത്തിപ്പെടാനൊക്കെ സാധിച്ചു വൃന്ദാവനത്തിലൂടെ പോകുമ്പോൾ. അപ്പോൾ അവിടെയൊക്കെ ഏറ്റവും പരിപാവനമായിട്ടുള്ളൊരു വിഭാഗമാണ് ഈ വ്രജത്തിലെ മധുവനം എന്ന് പറയുന്നത്. അപ്പോൾ ആ മധുവനത്തിലൂടെയൊക്കെ ഭഗവാൻ പാദത്തിലൂടെ അതിലൂടെയൊക്കെ നടന്ന് സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വൃന്ദാവനത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായത്. കാലുകൊണ്ട് എത്ര നടക്കാൻ പറ്റുമോ അതാണ് നടക്കാൻ പറ്റുക. വൃന്ദാവനത്തിൽ അടനമാണ് ശ്രേഷ്ഠം. ഭഗവാൻ നടന്ന വഴിയിലൂടെയൊക്കെ നടക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരിപാവനം എന്ന് പറയുന്നത്. പിന്നെ ആ ദ്വാരക, ആ ഭഗവാന്റെ ദ്വാരക എന്ന് വെച്ചാൽ അങ്ങനെ ശരിക്കും ആ ദ്വാരക സ്വർഗത്തിന് സമമാണ് എന്ന് പറയണം. ആ ദ്വാരകയെ പറ്റിയിട്ടാണ് പറയണത്. അവിടെ ദ്വാരകാവാസികൾ ഭഗവാന്റെ അനുഗ്രഹം അവരിലുണ്ട്. അത്രയും അവർക്ക് ഭാഗ്യം ചെയ്തവരാണ് ആ ദ്വാരകാ നിവാസികൾ. ആ സ്വർഗവാസികൾക്ക് പോലും ലഭിക്കാത്ത ഭാഗ്യമാണ് ആ ദ്വാരകയിലുള്ളവർക്ക് ലഭിച്ചത്. ആ ശ്രീകൃഷ്ണൻ വിവാഹം കഴിച്ചുകൊണ്ട സ്ത്രീകൾ പൂർവ്വജന്മത്തിൽ എന്തെല്ലാം വ്രതങ്ങളോ അനുഷ്ഠാനങ്ങളോ ഹോമങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത് അറിയില്ല. അത്രയും അല്ലെങ്കിൽ ആ ഭഗവാന്റെ പത്നിയാവാനുള്ളൊരു ഭാഗ്യം പറ്റില്ല. ആ ഗോപസ്ത്രീകൾ അനസ്യൂതം പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ അധരാമൃതത്തെ പാനം ചെയ്യാനായിട്ട് ഈ സ്ത്രീകൾക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ അവർക്കതാ ആ പരമമായ ഭക്തി കൊണ്ട് അവർക്ക് എങ്ങനെയാണ് ആ ഭഗവാന്റെ അധരാമൃതത്തെ പാനം ചെയ്യാൻ സാധിച്ചതെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ആ ഭഗവാൻ ഒരു ബാലഭാവത്തിൽ വന്ന് അവരുടെ ഉള്ളിലേക്ക് ആ ഒരു കുഞ്ഞിലൂടെ ആകർഷിച്ച് പിന്നെ ആ ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ ഭഗവാൻ അല്പാൽപമായിട്ട് അവരെ പിരിഞ്ഞ് കാട്ടിലേക്കൊക്കെ പോകുമ്പോൾ അവർ അനവധി വിരഹം അനുഭവിച്ച് ദുഃഖിച്ച് ആ ശ്രീകൃഷ്ണ ഭഗവാനെ വിട്ടിരിക്കാനായിട്ട് സാധിക്കണില്ല. അപ്പോൾ എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരാഗ്രഹത്തോടു കൂടിയിട്ടാണ് ഗോപികമാർ കാത്യായനി ദേവിയെ പൂജിച്ചിട്ട് കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ ഗുരുതേ നമ എന്നെല്ലാം എല്ലാവരും ഞങ്ങൾക്ക് എപ്പോഴും ആ ഭഗവാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. എപ്പോഴും ആ ഭഗവാൻ ഞങ്ങൾക്ക് ലോകത്തിന് മുഴുവനും ആധാരഭൂതനായിട്ടുള്ള ഭഗവാൻ ഞങ്ങളുടെ പതിയായിട്ട് വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ലൗകിക ഭാവത്തിൽ പറയുന്നൊരു പതിഭാവമല്ല അവിടെ ഉള്ളത്. ഞങ്ങൾക്ക് എപ്പോഴും ആ ഭഗവാന്റെ ആശ്രയത്തിൽ, ഭഗവാന്റെ സംരക്ഷണത്തിൽ, ഭഗവാന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും, നമ്മുടെ ഓരോ ചിന്തയിലും, നമ്മുടെ ഓരോ കാൽവയ്പിലൊക്കെ ആ ഭഗവാനെ അനുസ്മരിച്ചു കൊണ്ടേയിരിക്കുക. ഭഗവാനിൽ ആ ശരീരം ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ ഹൃദയത്തിലെ ഈശ്വരചിന്ത മാത്രമാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെയുള്ളൊരു ഭാവത്തിന് എത്താൻ വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നു. ഇത്രയും എത്തിയ ഗോപികമാരാണ് വീണ്ടും അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണത്. അങ്ങനെ ആ ഗോപികമാർ
അത്രയും പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ അവരുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ശരീരബോധം, ഇത് ഞാൻ എന്നുള്ള ആ ശരീരബോധം വെടിഞ്ഞാൽ മാത്രമേ എന്നെ കിട്ടുള്ളൂ. ശരീരത്തിന് അഭിമാനം വച്ചുകൊണ്ടിരുന്ന എന്നെ കിട്ടില്ല എന്ന് ബോധിപ്പിച്ചുകൊണ്ട് ആ വസ്ത്രാപഹരണ ലീലയിലൂടെ, വസ്ത്രം എന്ന് വെച്ചാൽ ശരീരത്തിനെ അലങ്കരിക്കാനുള്ളതാണ്. ശരീരബോധമുള്ളത് കൊണ്ടാണ് ശരീരത്തിനെ അലങ്കരിക്കുന്നത്, അല്ലേ? നമുക്ക് ശരീരബോധം ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ വസ്ത്രമുണ്ടോ വസ്ത്രമില്ലേ നമ്മളെങ്ങനെയാണ്, നമുക്കൊന്നും അറിയില്ല, അല്ലേ? ഏതവസ്ഥയിലായാലും അറിയില്ല. അത് കഴിഞ്ഞ് നമുക്ക് ആ ശരീരബോധം വരുമ്പോഴാണ് അയ്യോ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ ലജ്ജ ഉണ്ടായിന്ന് വരും. നമ്മളുടെ ആ ശരീരബോധം ആലോചിക്കുമ്പോൾ ഉറങ്ങിക്കിടക്കണ ഒരാളുടെ ശരീരത്തിൽ ഉള്ള വസ്ത്രം അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയാൽ അവരറിയണില്ല. പിന്നെ ഉണരുമ്പോഴാണ് നമുക്കത് ഓർമ്മ വരുമ്പോൾ വേഗം വസ്ത്രമൊക്കെ ശരിക്ക് ഇടുക ചെയ്യാതെ. അപ്പോൾ ആ ശരീരബോധം കൊണ്ട് ആ ശരീരബോധത്തെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതിൻ്റെ പ്രതീകമാണ് അവിടെ വസ്ത്രാപഹരണമായിട്ട് പറയണത്. അപ്പോൾ പറയണു, അങ്ങനെ അവരോട് പറയണു, ഇനി നിങ്ങൾ വറുത്ത വിത്ത് പോലെയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരിക്കലും യാതൊരു വിധത്തിലുള്ള ആഗ്രഹങ്ങളുടെയോ ഒന്നും വിത്ത് പൊട്ടി മുളയ്ക്കില്ല. അതുപോലെ നിങ്ങൾ ആ ശരീരബോധമൊക്കെ വിട്ടവരായിട്ട് തീർന്നു. നിങ്ങളെ അന്ന് പറഞ്ഞു, ഇനി ഞാൻ അനുയോജ്യമായ ഒരു സമയത്ത് നിങ്ങളെ എല്ലാവരെയും എന്നിലേക്ക് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. പിന്നീടാണ് ആ ഭഗവാൻ ആ ഗോപികമാരെ പരിപക്വമാക്കിയതിന് ശേഷമാണ് രാസക്രീഡ എന്ന് പറഞ്ഞാൽ ആ രസത്തെ അനുഭവിക്കാൻ സാധിക്കുക. മുന്നിൽ കാണുന്ന സ്വരൂപമല്ല, ആത്മാനന്ദമാണ് അനുഭവിക്കേണ്ടത്. എല്ലാവരുടെ ഉള്ളിലും ആത്മാവായിട്ടിരിക്കുന്നതാണ് ഭഗവാൻ. എവിടെ ഇരുന്നാലും എപ്പോഴും ആ ഈശ്വരനെ അനുഭവിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ആത്മാനന്ദം. അപ്പോൾ അതുകൊണ്ട് ആ ഗോപികമാരെ അതാണ് ആ ഉള്ളിലുള്ള നിങ്ങളുടെ എല്ലാവരും ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നത് ഞാനാണ് എന്നുള്ള സത്യത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് ഭഗവാന്റെ രാസക്രീഡയ്ക്ക് മുമ്പ് ആ ഗോപികമാരെ വിട്ട് ഭഗവാൻ പോണു. കാരണം ഗോപികമാരെപ്പോഴും ആ രൂപത്തിലെ കാര്യം അവരവരുടെ ശരീരബോധത്തിനൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് അവരിതാ ആ ഭഗവാന്റെ ഒടക്കുഴൽ നാദം കേട്ടു വന്നത്. പക്ഷേ ഭഗവാന്റെ ആ രൂപത്തിലുള്ള അവരുടെ രതി പിന്നെയും പോയിട്ട് ആ രൂപത്തിനോടാണ് ആസക്തി ഉണ്ടായത്. നമ്മളൊരു വിഗ്രഹമൊക്കെ വെച്ച് പൂജിക്കുമ്പോൾ ആ വിഗ്രഹത്തിനെ ഭഗവാനായിട്ട് കൊണ്ടു നടന്ന് ഭഗവാൻ അതിങ്ങനെ നമ്മളൊരു കുഞ്ഞിനെ പോലെ കൊണ്ടു നടന്ന് ആ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായിട്ടുള്ള ആ വസ്തുക്കളെ കൊണ്ടുണ്ടാക്കിയതാണ്, അല്ലേ? അത് എപ്പോഴെങ്കിലും കയ്യിൽ നിന്ന് വീണുടയുകയോ നഷ്ടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഏറ്റവും വലിയ ദുഃഖമായിട്ട് തീരും. അതാണ് ഗോപികമാരുടെ വിരഹ ദുഃഖം പോലെ നമുക്ക് ദുഃഖമായിട്ട് തീരും. പിന്നെ ആ ഭഗവാൻ ബോധിപ്പിച്ചു കൊടുക്കണോ അങ്ങനെയല്ല എന്നുള്ളത്. അങ്ങനെ ആ ഭഗവാൻ മറഞ്ഞു എന്ന് പറയണതൊക്കെ ഇതൊക്കെ തന്നെയാണ്. നമ്മളുടെ പോലെയുള്ളവരുടെ ആ സാധനയിൽ വരണ അതാണ്. ആ ഭഗവാൻ മറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് പ്രിയപ്പെട്ടത് എന്ന് കൊണ്ട് നടന്നിട്ട് അതില്ലാണ്ടായാൽ പിന്നെ നമുക്ക് പറ്റണില്ല എന്ന് വെച്ചാൽ അതാണ് ആ വിരഹ ദുഃഖം എന്നൊക്കെ പറയണത്. അപ്പോൾ പിന്നെ ഭഗവാൻ എന്ത് ചെയ്യും? ആ ഭഗവാൻ പിന്നെ ഓരോ 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 വൃക്ഷലതാദികളോട് ചോദിക്കുകയല്ലേ, കണ്ണനെ കണ്ടോ എന്ന്. കാരണം അഖിലദേഹിനാം അന്തരാത്മതൃക്കുന്ന. അപ്പോൾ അവർക്ക് ബോധ്യമായില്ല. കുറേ കഴിഞ്ഞ് ഈശ്വരനെ പറ്റി ചിന്തിച്ച് എല്ലാവരും ആ പരമമായ ആ ഭക്തിയിലെത്തുമ്പോൾ അവർക്ക് മനസ്സിലാവണു ഇവരോടൊക്കെ ചോദിക്കണ ഓരോന്നിലും ആ ഭഗവാൻ തന്നെയാണ്. വൃന്ദാവനത്തിലെ ഓരോന്നിലും വൃക്ഷങ്ങളിലൊക്കെ ഈശ്വരഭാവമാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്, കൃഷ്ണനാണ് എന്നുള്ളത് അവർക്ക് ബോധ്യമാവുകയാണ് ചെയ്യണത്. ആ ബോധ്യം വരുമ്പോൾ അവർക്ക് വീണ്ടും ആ ഭഗവാന്റെ ദർശനം ലഭിക്കുന്നു. പക്ഷേ ആ ദർശനം കേവലം ഒരു ദർശനം മാത്രമാണ്. അവർക്ക് ആ ഭഗവാൻ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പോഴാണ് അവർക്ക് ഓരോരോ ഗോപികമാരും ഓരോരോ കൃഷ്ണനായിട്ട് രമിച്ചു എന്ന് പറഞ്ഞാൽ ആത്മാനന്ദത്തെ അനുഭവിച്ചു എന്നാണ്. അങ്ങനെ അവർ അത്രയും ഭഗവാൻ അങ്ങനെ അവരെ പരിശുദ്ധകളാക്കി തീർത്ത് ആത്മാനന്ദത്തെ അനുഭവിച്ച് രാസക്രീഡയൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ഗോപികമാരുടെ അവരുടെ ആ ധരാമതത്തേതാ ഈ പത്നിമാർ തൻ്റെ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ഓരോരുത്തരും ആ ശ്രീകൃഷ്ണ ഭഗവാനെ അനുഭവിച്ചു കൊണ്ടിരിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ അവർ ഇതുപോലെ തപസ്സോ ഇതുപോലെ പൂജയോ ഇതുപോലെ ആ ഗോപികമാർ ചെയ്ത പോലെയുള്ള
ആ ഭാവത്തിൽ ഭഗവാനെ സ്നേഹിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അവരുടെ ഇപ്പോൾ അതിൽ കുറച്ച് പേരെന്താ ചെയ്യണത്, നരകാസുരൻ്റെ അവിടെ ഇട്ടപ്പെട്ട സ്ത്രീകളാണ് അല്ലെ, അവർക്ക് വേറെ ആശ്രയം ഇല്ല എന്ന് പറയുമ്പോൾ ഭഗവാനെ ആശ്രിതവത്സനായിട്ടുള്ള ഭഗവാനെ ആശ്രയിക്കണു. അത്രയേ അവർ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് പോലും ആ ഭഗവാനെ അവർക്ക് ലഭിച്ചു എന്നുണ്ടെങ്കിൽ അവർ ചെയ്ത സുഹൃതം എന്താണ് എന്ന് പറയുകയാണ്. കാരണം സ്വന്തം വീര്യത്തെ ആ കന്യകാദാനമായിട്ട് കൊടുത്താണ് ശ്രീകൃഷ്ണൻ പറയുകയാണ്. അപ്പോൾ അതുപോലെ രുക്മിണി, ജാമ്പവതി, ആ നഗ്നജിത്ത്, അതുപോലെ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഓരോരോ കാരണങ്ങളെ കൊണ്ട് അവരെ വിവാഹമൊക്കെ കഴിച്ചു എന്നുണ്ടെങ്കിലും അനേകം പേരെ നരകൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ നരകനിൽ നിന്ന് രക്ഷിച്ചിട്ട് അവർക്കൊക്കെ ആ മുക്തി നൽകിയിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചില്ലേ ഭഗവാൻ. അതുകൊണ്ട് അവരുടെ എല്ലാം സ്ത്രീജന്മൊക്കെ സഫലമായിട്ട് തീർന്നു എന്ന് പറയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ഇതുപോലെ ആ സ്ത്രീകളുടെ ഓരോരുത്തരോടും ഇങ്ങനെ സംഭാഷണം ചെയ്യുമ്പോൾ, വർത്തമാനം പറയുമ്പോൾ ആ സ്ത്രീകളുടെ മന്ദഹാസഹിതമായ നോട്ടത്താൽ അഭിനന്ദിച്ചുകൊണ്ട്, നിങ്ങളുടെ ആ വചനം സത്യമാണ്, ഭക്തകളായ നിങ്ങൾക്ക് ഞാൻ അധീനം തന്നെയാണ് അല്ലെ. ഗോപികമാരോട് എന്താ പറഞ്ഞത്, ഗോപികമാർക്ക് ആ ഉള്ളിൽ ആത്മാവായിട്ടിരുന്നത് കാണിച്ചു കൊടുക്കണം. ഇവരൊക്കെ പറയാണ്, കണ്ണൻ ഓരോരുത്തരും പറയണേ എനിക്ക് സ്വന്തം, ഭഗവാൻ എനിക്ക് സ്വന്തം എന്ന് പറയുമ്പോൾ അവരുടെ തലത്തിൽ അങ്ങനെയെങ്കിലും അവർക്ക് വിചാരിക്കാൻ, ഭഗവാൻ എൻ്റെ സ്വന്തമാണെന്നെങ്കിലും വിചാരിക്കാൻ തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ പറയും ശരിയാണ്, ഞാൻ നിനക്ക് തന്നെയാണ് സ്വന്തം. അതിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടാണ് രുക്മിണി പ്രണയകലഹമൊക്കെ പറയണതൊക്കെ അതാണ്. അപ്പോൾ അവർക്കൊക്കെ അവരുടെ തലത്തിൽ നിന്നുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചു. അവരൊക്കെ പറയണു എന്നോടാണല്ലേ കണ്ണനെ കൃഷ്ണനെ ഏറ്റവും ഇഷ്ടം എന്നോടല്ലേ എന്ന് ഒരു ഭാര്യ ചോദിക്കുമ്പോൾ അതേലോ, അതിന് ബോധ്യപ്പെടുത്തി കൊടുക്കണു. അങ്ങനെ ഓരോരോ സ്ത്രീകൾക്കും തോന്നണു എന്നോട് തന്നെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ അതുപോലെ ആ സ്ത്രീകൾ അന്യോന്യം ചെയ്യണ, ദൂരെ നിന്ന് ചെയ്യുന്ന അന്യോന്യം വർത്തമാനം പറഞ്ഞ് കൃഷ്ണനോടൊക്കെ ഇങ്ങനെ നമ്മളുണ്ടല്ലോ അകലെ നിന്നിട്ട്, അതൊക്കെ നമ്മളായിട്ട് കാണുക. നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് ഗുരുവായൂരപ്പനെ അകലേ കാണുകയുള്ളൂ. ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ ക്യൂ നിന്ന് പോകാനൊന്നും പറ്റില്ല. എവിടെയാണ് നിൽക്കുക നമ്മൾ, അവിടെ കൊടിമരച്ചോട്ടിൽ നിൽക്കുമ്പോൾ അകലേക്കുള്ള ദർശനം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ലഭിക്കും. നേരെ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഭഗവാനെ വർത്തമാനമൊക്കെ പറയും. ഭഗവാനോട് ഓരോരോ നമ്മുടെ സ്വകാര്യമായിട്ടുള്ളൊരു സംഭാഷണം അല്ലേ. അപ്പോൾ ഭഗവാൻ ആ സംഭാഷണം കേൾക്കുമ്പോൾ നമ്മളെ നോക്കി പുഞ്ചിരിക്കും ഇത്രേ. കാരണം അതൊക്കെ ഭഗവാൻ എത്ര ഇതാണെങ്കിൽ അതൊക്കെ ഭഗവാൻ കേൾക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ത്രീകളൊക്കെ അങ്ങനെ അകലെ നിന്ന് ഭഗവാനോട് ഓരോരുത്തർ അവരുടെ മനസ്സിലുള്ളത് പോലെയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭഗവാൻ അവരെ നോക്കി പുഞ്ചിരിച്ച് തലയാട്ടും. കാരണം ഞാനിതൊക്കെ കേട്ടു കേട്ടോ, അതൊക്കെ ഞാൻ സ്വീകരിച്ചു കേട്ടോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഭഗവാൻ ആരാ, കണ്ണുകളില്ലാണ്ട് കാണണവനും കാതുകളില്ലാണ്ട് കേൾക്കുന്നതുമാണ് ഭഗവാൻ. ഭഗവാന് കാണാൻ നമ്മളെപ്പോലെ ചക്ഷുസൊന്നും വേണ്ട. കാരണം എന്താ, എല്ലാത്തിൻ്റെയും ആ കാണുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയൊക്കെ പിന്നിൽ കാഴ്ചയായിട്ടും അറിവായിട്ട് ഇരിക്കുന്നത്, വചനമായിട്ടിരിക്കുന്നതൊക്കെ ആ ഭഗവാൻ തന്നെയല്ലേ. അപ്പം നമ്മളിൽ നിന്ന് ഇത് പുറപ്പെടുന്നത് തന്നെ ഭഗവാനാണ് അറിയണത്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് ചിന്തിച്ചാലും അത് ആദ്യം അറിയേണ്ടത് ഈശ്വരനാണ്. അപ്പം അതിനുള്ള ഫലം നമുക്ക് അനുഗ്രഹിച്ച് തരും ഭഗവാൻ എന്ന് കൂടി നമുക്ക് കൂടിയുള്ളൊരു സന്ദേശമാണത്. ഇനി അടുത്ത ശ്ലോകം. അജാതശത്രു പൃതനം ഗോപീധായ മധുദ്ദിശ പരേഭ്യ ശങ്കിതസ്നേഹാത് പ്രായുക്ത ചതുരംഗണീം അഥാദൂരഗതൻ ചൗരീ ഗൗരവൻ വിരഹാതുരൻ സന്നിവൃത്യാദൃഢം സ്നിഗ്ധാൻ പ്രായൻ സുനഗരിം പ്രിയൈ കുരുജാങ്കല പാഞ്ചാലൻ ശൂരസേനൻ സുയാമുനൻ ബ്രഹ്മാവൃത്തം കുരുക്ഷേത്രം മത്സ്യൻ സാരസ്വതാനഥ മരുധ്വന്നമതിക്രമ്യ സ്വഭീരാഭീരയോ പരൻ ആനർത്താൻ ഭാർഗവോ ഭാംഗൻ ശാന്താവാഹോ മനാഗ്വിഭൂ തത്രൈ
തത്ര തത്ര തത്രത്യൈർഹരി പ്രത്യുദ്യുദാർഹണ സായം ഭേജേ ദിശം പശ്ചാത് ഗവിഷ്ടോ ഗാം ഗതസ്തഥാ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ ശ്രീകൃഷ്ണദ്വാരകാഗമനം നാമ ദശമോധ്യായഃ. പുരസ്ത്രീ സല്ലാപമെല്ലാം കേട്ടിളം പുഞ്ചിരി തൂകിലും നിരീക്ഷണത്താൽ അഭിനന്ദിച്ചും നിർഗതനായി ഹരി അജാതശത്രുവിൻ സ്നേഹവായ്പാൽ ശത്രുഭയത്തിനാൽ ചതുരങ്കണി സേവിച്ചു മധുദുഷണന അകമ്പടി. വിരഹാതുരരാം ദൂരാഗത കൗരവരെ ദൃഢം മടക്കിനാൻ പ്രിയോപേദനൊടുവിൽ ദ്വാരകാൻമുഖൻ കുരുജാങ്കല പാഞ്ചാല ശൂരസേനങ്ങൾ യാമുനം ബ്രഹ്മാവർത്തം കുരുക്ഷേത്രം മത്സ്യം സാരസ്വതം മരു സൗവീരാഭീതഭീരങ്ങൾ കടന്നാനർത്ഥദേശമായി അശ്വങ്ങളെല്ലാം ക്ഷീണിച്ചതപ്പോൾ കണ്ടെത്തിനാൻ വിഭു. വഴി നീളെ കയ്യിൽ വന്ന കാഴ്ചദ്രവ്യങ്ങളൊത്തവൻ അന്തിയുക്കൻ തേരിറങ്ങി കടലിൽ താണിതർക്കനും. അങ്ങനെ ആ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഹരേ കൃഷ്ണ. ആ ശ്രീകൃഷ്ണ ഭഗവാൻ സ്നേഹത്തോടു കൂടിയിട്ട് തന്നെ വേർപാട് സഹിക്കാൻ പറ്റാണ്ട് തൻ്റെ പിന്നാലെ വരുന്ന ആ യുധിഷ്ഠിരാദികളെയൊക്കെ മടക്കി അയച്ചു. അവരോട് പറഞ്ഞു മതി ഇനി തിരിച്ചു പൊക്കോളൂ എന്ന് പറഞ്ഞ് ആ മടക്കി അയക്കുകയാണ് ചെയ്യണത്. അങ്ങനെ മടക്കി അയച്ചു കഴിഞ്ഞിട്ട് കുരുദ്വേഷം, ജാങ്കലം, പാഞ്ചാലം, ശൂരസേനം, യമുനയുടെ തീരത്തുള്ള ദേശങ്ങൾ, ബ്രഹ്മാവർത്തം, കുരുക്ഷേത്രം, മത്സ്യദേശങ്ങൾ, സരസ്വതി നദിയുടെ കരയുള്ള ദേശം, അങ്ങനെ അനേകം ദേശങ്ങളിലൂടെ കടന്നു. അപ്പോഴേക്കും കുതിരകളൊക്കെ ക്ഷീണിച്ചു എന്ന് ഭഗവാന് മനസ്സിലായി. അങ്ങനെ അപ്പം പിന്നെ ആഭീരം, സൗഭീരം, ആഭീരം അതൊക്കെ കടന്നപ്പോൾ സിന്ധുദേശം, ആനത്തദേശം ഇതൊക്കെ ഇങ്ങനെ മന്ദമന്ദമായിട്ട് അവിടെ വരെ സഞ്ചരിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഹസ്തിനാപുരത്ത് നിന്ന് ദ്വാരകയ്ക്ക് പോകാനുള്ള വഴിയുടെ അവിടെ ഉള്ള ആ ദേശങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഭഗവാൻ അയൽ ദേശവാസികളുടെ കൂടെ ആ പട്ടണത്തിൽ എത്തണം. അപ്പോൾ അതുവരെ എന്ത് ചെയ്തു, അവിടെ തന്നെ വസിക്കുന്ന ജനങ്ങളുടെ കൂടെ അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് അവിടെയാണ് ആ ഇതൊക്കെ വന്നപ്പോൾ ഭഗവാൻ അവിടെ ആ ഒരു സ്ഥലത്ത്, അതായത് ആ വഴിയിലുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഭഗവാൻ വിചാരിച്ചു, അപ്പോഴേക്കും സന്ധ്യ നേരമായപ്പോൾ വിചാരിച്ചു ഇന്ന് ഇവിടെ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ പുറപ്പെടാം എന്ന് വിചാരിച്ചിട്ട് അന്ന് അവിടെ കിടന്നുറങ്ങിയിട്ട് ആ കുതിരകൾക്കൊക്കെ വെള്ളമൊക്കെ കൊടുത്ത് അവിടെ വിശ്രമിക്കാനായിട്ട് അന്ന് അവിടെ നിന്നു എന്നാണ് പറയണത്. അതാണ് അതായത് വഴിനീളെ കയ്യിൽ വന്ന കാഴ്ചദ്രവ്യങ്ങളൊത്തവൻ നന്ദിയൂക്കാൻ തേരിറങ്ങി കടലിൽ താണിതർക്കനും. അപ്പോൾ ഈ വഴിയിൽ വരണവരൊക്കെ ധാരാളം ദ്രവ്യങ്ങളൊക്കെ കൊടുത്തു, ഓരോരോ കാഴ്ചദ്രവ്യങ്ങളൊക്കെ. അതൊക്കെ വാങ്ങി തേരിൽ വെച്ചുകൊണ്ട് അവിടെ എപ്പോഴാണോ സൂര്യൻ അസ്തമിച്ചത് ആ സമയത്ത് ആ അസ്തമിച്ച സ്ഥലത്ത് അവിടെ തേരിറങ്ങി ആ കുതിരകൾക്കൊക്കെ വെള്ളമൊക്കെ കൊടുത്ത് അവർക്ക് വിശ്രമിക്കാൻ വിട്ടുകൊണ്ട് ഭഗവാൻ അവിടെ അന്ന് വസിക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ 10ാമത്തെ അധ്യായം സമർപ്പിക്കുന്നത്. ഇനി 11ാമത്തെ അധ്യായമാണ്. 11ാമത്തെ അധ്യായത്തിൽ ദ്വാരകയിലെത്തിയിട്ട് ആ ബന്ധുക്കളെയും അവരൊക്കെ കാണുന്ന ഭാഗങ്ങളാണ് ഇനി നമുക്ക് പാരായണം ചെയ്ത് സമർപ്പിക്കേണ്ടത്. അപ്പോൾ അത് വേണ്ടതുപോലെ പാരായണം ചെയ്ത് സമർപ്പിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വാക്കുകൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുന്നു. ഓരോ ഭക്തന്മാരുടെ പാദത്തിലും ഈ അക്ഷരപ്പൂക്കൾ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുന്നു. എല്ലാ കൃഷ്ണബന്ധുക്കളുടെയും പാദത്തിൽ വീണ് നമസ്കരിക്കുന്നു. എല്ലാവർക്കും
എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, നേരത്തെ പറഞ്ഞ പോലെ. കാരണം നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് പ്രാപ്തിയുള്ളവരാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ എന്നാലും ആ ഒരു വാക്ക്, കാരണം അത് ഒരു വാത്സല്യത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ ഒരു ഭാവമാണെന്ന് അപ്പോൾ ഭഗവാൻ കാണിച്ചു തരണം. ആ ഭഗവാനെ അവിടെ നിന്ന് എല്ലാത്തിനും കാരണഭൂതനായിട്ടുള്ള ആ ഭഗവാൻ ആ ദ്വാരകയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് നന്നായി വരും കേട്ടോ എന്ന് പറഞ്ഞ് ഭഗവാനെ എല്ലാവരും അനുഗ്രഹിക്കുന്നത് പോലെയാണ് ഞാൻ എല്ലാവർക്കും എല്ലാം നന്മയുണ്ടാവട്ടെ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഭാഗവതം വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ കയ്യിലെത്തിയിട്ടുണ്ടെങ്കിൽ, വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹമാണ്. കാരണം നമ്മൾ സാധാരണ കഥ പറയുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ധാരാളം പേര് ഇത് കേൾക്കാനുണ്ടാവും. ഇപ്പം നിങ്ങൾ തന്നെ നോക്കിക്കോളൂ, വളരെ ചുരുക്കം പേര് മാത്രമേ ഈ ഒരു ഭാഗവതം കേൾക്കാനുള്ളൂ. അല്ലാണ്ട് ഇടയിൽ ചെയ്യണ ഏതെങ്കിലുമൊക്കെ വീഡിയോ ആണെങ്കിൽ അത് കേൾക്കാൻ ധാരാളം പേര് വരുന്നുണ്ട്. പക്ഷേ ഈ ഭാഗവതത്തിനെ കേൾക്കാൻ കുറച്ച് പേരേ വരുന്നുള്ളൂ. അപ്പോൾ അത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാര്യത്തിൽ അത്രയും കുറച്ച് പേരെ വരുള്ളൂ. ഒരാൾ വന്നാൽ പോലും എന്നോട് പറഞ്ഞു, ഒരാളെ കേൾക്കാൻ നിത്യമായിട്ട് വരുന്നുണ്ട് വെച്ചാൽ ആ ഒരാൾക്ക് വേണ്ടി വായിച്ചോളൂ എന്നാണ് എനിക്കിത് തുടങ്ങുമ്പോൾ തന്നെ കിട്ടിയ ആചാര്യൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ നിർദ്ദേശം, ഒരാൾക്ക് വേണ്ടിയിട്ട്. കാരണം ഇത് കേൾക്കാനായിട്ട് ആദ്യമായിട്ട് കേട്ടത് ഞാൻ പറഞ്ഞല്ലോ, ആ മൂവാറ്റുപുഴ ഉള്ള അരുണൻ ഇരളിയൂർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരാളെ കേൾക്കാനുള്ളൂ വെച്ചാലും വേണ്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എനിക്ക് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയെങ്കിലും ഇത് വായിച്ച് പൂർത്തിയാക്കാനായിട്ട് ഒരു തവണയെങ്കിലും വായിക്കട്ടെ എന്ന് ഈശ്വരൻ നമുക്ക് തന്ന നിയോഗമാണ്. അപ്പം അതുകൊണ്ട് ആദ്യമൊക്കെ ഞാൻ നോക്കാറുണ്ട് ഭാഗവതം കേൾക്കാനുണ്ടല്ലേ എന്ന്. പക്ഷേ ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, എത്രയോ ദിക്കിൽ സപ്താഹങ്ങൾ നടക്കണു, എത്ര നന്നായിട്ട് സപ്താഹങ്ങൾ നടക്കണു. ആ സപ്താഹമൊക്കെ അല്ലാത്ത കാര്യങ്ങളൊക്കെ കേൾക്കാനൊക്കെ ആയിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ കഷ്ടകാലം മാറാം, എങ്ങനെ അത് മാറാം എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ആ പൂജ ചെയ്യൂ ഈ പൂജ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ വീഡിയോകളൊക്കെ നമുക്ക് ഇതിൽ കാണാം. അങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണാൻ ഒരുപാട് പേര്, എത്രയാണ് 23K എന്നൊക്കെ കാണാം. അതൊക്കെ കേൾക്കാനായിട്ടുണ്ടാവും. കാരണം എളുപ്പത്തിൽ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുകയാണ്. പക്ഷേ ഈ ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങളെ ശ്രവിക്കുന്നത് തന്നെയാണ് ഇതിനൊക്കെ. അത് ശ്രവിച്ചു കൊണ്ടേയിരിക്കുക, അത് തന്നെയുള്ളൂ, അല്ലാണ്ട് വേറൊരു മാർഗമൊന്നുമില്ല. മറ്റതൊക്കെ വെറുതെ നമ്മളുടെ ധനവും സമയമൊക്കെ നഷ്ടപ്പെടുത്താനും കൂടുതൽ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവാനും കൂടുതൽ വിഷമത്തിലേക്ക് പോകാനൊക്കെ കാരണമാവുള്ളൂ. ഈശ്വര കഥകളെ കേൾക്കുക, ഈശ്വരനാമം ജപിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എത്രയോ ദിക്കിലും സപ്താഹങ്ങൾ ലൈവായിട്ടൊക്കെ വരുന്നുണ്ട്. ഞാൻ പലപ്പോഴും നോക്കാറുണ്ട് ഈ ലൈവായിട്ടൊക്കെ വരുന്ന സപ്താഹങ്ങളൊക്കെ കേൾക്കുകയാണെങ്കിൽ 100 പേര് കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ 50 പേരാവും, ചിലപ്പോൾ 100 പേരാവും. കൂടി വന്നാൽ ഒരു 200 പേര്, അതിലപ്പുറം പോണത് ഞാൻ കണ്ടിട്ടില്ല, എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് അനുഭവമാവണമെന്നുണ്ടെങ്കിൽ അത്രയും അത്രയും ഒരു കാരുണ്യം നമ്മുടെ ഉള്ളിൽ, ആ ഭഗവാന്റെ കാരുണ്യം നമുക്ക്, ആ ജീവൻ അതിന് ഉള്ളൊരു യോഗമൊക്കെ ഉണ്ടാവണം. അല്ലാണ്ട് കാര്യമില്ല. ബാക്കിയൊക്കെ ഇത് മറ്റുള്ളതിലേക്ക് കിടന്ന് അലഞ്ഞിട്ട് നമുക്ക് വീണ്ടും ദുരിതത്തിൽ പെടുകയുള്ളൂ. ഇതൊക്കെ കേട്ടാൽ മാത്രമേ, ഭാഗവതം മുതലായ ഗ്രന്ഥങ്ങൾ കേട്ടാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊക്കെ വിട്ടിട്ട് ഈശ്വരനോട് അഭിമുഖം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതാണ് ശാശ്വതമായ ഔഷധം. പക്ഷേ ഇതാർക്കും വേണ്ട എന്നുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും നമ്മൾ കുറച്ച് പേർക്കെങ്കിലും ഇതോടെ ഒരുമിച്ചിരുന്ന് വായിക്കാൻ ഭഗവാൻ തന്ന ആ കാരുണ്യത്തിൻ്റെ മുമ്പിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ ആ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ നമസ്കരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പാ ശരണം, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം.